ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇതൊരു മോർണിംഗ് ഇൻ മൈ ഡേ ആണ്. കുറേ ദിവസമായി മാലയിട്ടതിന് ശേഷം ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയും ജബ്ബൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറിയിട്ടാണ് ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് ഏട്ടനും ഷോപ്പിലേക്ക് പോയി. അങ്ങനെ മക്കൾ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ അവർ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഇന്ന് കളക്ടർ അവധി കൊടുത്തത് കൊണ്ട് തന്നെ മക്കൾക്ക് സ്കൂളിൽ പോകേണ്ടതില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാമിമാരായതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ശരണം വിളിക്കണമല്ലോ. അപ്പോൾ അവർക്ക് കുളിക്കാനുള്ള വെള്ളം റെഡിയാക്കാൻ വേണ്ടി വെള്ളം കോരി വെക്കുകയാണേ. കളക്ടർ അവധി കൊടുത്ത ദിവസങ്ങളിലെല്ലാം നല്ല കാലാവസ്ഥയായിരിക്കും. ഇപ്പം മാനം തെളിഞ്ഞു വന്നിട്ടുണ്ട്. 6:45 ആയിട്ടുള്ളൂ എങ്കിലും നല്ല വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ വെറും വയറ്റിൽ കുടിക്കാറുള്ള ചിയാ സീഡ്സ് കുതിർത്ത് വെക്കാൻ മറന്നെന്ന്. എല്ലാ ദിവസവും രാവിലെ ഒരു കിളി വന്നിട്ട് എപ്പോഴും സൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ആ കിളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്പാണ് ഞാൻ അതിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഏട്ടന് വേണ്ടുന്ന ഫുഡൊക്കെ ഏട്ടൻ കൊണ്ടുപോയി. ചോറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അതിൽ നിന്നൊരു ഒരു ഉണ്ടപ്പം എടുത്തു. ആവിയപ്പം പല സ്ഥലങ്ങളിൽ പല പേര് പറയും. ഞാൻ അത് കിളിക്ക് കൊടുത്തു. നല്ല മഴ പിന്നെയും പെയ്യാൻ തുടങ്ങിയിട്ടു. അപ്പം ഞാൻ എൻ്റെ ചിയാ സീഡ്സ് വെള്ളം വെറും വയറ്റിൽ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മക്കളൊക്കെ എഴുന്നേറ്റ് വന്നു കേട്ടോ. ശിവക്കും ലിച്ചുവിനും ഞാൻ തന്നെ പേസ്റ്റ് ബ്രഷിലാക്കി കൊടുത്താലേ സമാധാനം ഉണ്ടാവും. ശിവ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എപ്പോഴും ഓരോ ദിവസം ഇങ്ങനെ മാർക്ക് ചെയ്യും. അങ്ങനെ രണ്ടുപേരെയും കുളിപ്പിച്ചു. നല്ല തണുപ്പായത് കൊണ്ട് തന്നെ അവർക്ക് ചൂടുവെള്ളത്തിൽ കുളിച്ചുകൊണ്ട് തണുപ്പ് അറിഞ്ഞില്ല. അങ്ങനെ സ്വാമിയെ ശരണൊക്കെ വിളിച്ചു, മാലയൊക്കെ പൂജിച്ചു. നല്ല മക്കളാണ് കേട്ടോ. എല്ലാം അവരോട് പറയേണ്ട ആവശ്യമില്ല, ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവർ തന്നെ വിളമ്പി എടുക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചൊക്കെയാണ് ഭക്ഷണം കഴിച്ചത്. ഈ ഉണ്ടപ്പും കടലയും പല സ്ഥലങ്ങളിലും എന്ത് പേരിൽ അറിയപ്പെടുന്ന അറിയില്ല. പക്ഷെ ഇവർക്ക് ഈ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എന്നോട് ഒരു അമ്മ അത് നാളെ ഉണ്ടാക്കി തരുമെന്ന്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിന് സന്തോഷമാണ് അത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ അവൾ എന്നോട് പറയാം, അമ്മ ഹോംവർക്കൊക്കെ ചെയ്യാം, പക്ഷെ എന്തിനാ ഈ കളക്ടർ ലീവ് വന്നത്? നല്ല വെയിലാണല്ലോ, കളക്ടർ ലീവ് തന്ന ദിവസമെല്ലാം കളക്ടർ ശശിയായി പോവുകയാണല്ലോ എന്ന്. ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.